എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും പ്രതികരണങ്ങളും അവസ്ഥകളും അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നു? ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിശോധന. The layers of awareness show the many layers through which human live. ആറാമത്തെ അധ്യായമായുള്ള അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ള തലക്കെട്ടില് ഇന്ന് നമ്മൾ ഈ അവബോധ നിലകൾ എന്താണ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്താണ് ആന്തരിക അവബോധ നിലകൾ? ബാഹ്യ അവബോധം എങ്ങനെയെല്ലാം പ്രകടമാകുന്നു? എന്തിനാണ് ഈ അവബോധ നിലകളെ മനസ്സിലാക്കുന്നത്? എന്നീ ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അവബോധ നിലകൾ. അപ്പോ അവബോധം എന്ന് പറയുന്നത് പ്രാദേശികമായ ബോധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രാദേശിക ബോധം എന്ന് പറയുന്നത് സത്തയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പ്രപഞ്ചത്തിലല്ല. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബോധം. ആ ബോധത്തിന്റെ പ്രാദേശിക അവസ്ഥയെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. അപ്പൊ അത് സത്തയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സത്തയിൽ ഇത് എവിടെ അവൈലബിൾ ആയിരിക്കുന്നു, എങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അവബോധത്തിന്റെ നിലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ഒരേ ഒരു അവബോധ നിലയിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്. അവന് വ്യത്യസ്ത അവബോധ തലങ്ങളുണ്ട്. അവന്റെ ചിന്തകൾ, പ്രതികരണങ്ങൾ, അനുഭവങ്ങളെല്ലാം രൂപപ്പെടുന്നത്, അവന്റെ ഓർമ്മകളെല്ലാം ഈ ഓരോ അവബോധ തലങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ മനുഷ്യന്റെ അവബോധം എന്നുള്ളത് പല പാളികളായിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലതരം പാളികളുണ്ട്. അപ്പോ ആ പാളികളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ പല പാളികൾ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പല അവബോധ പാളികൾ ഉള്ളതാണെന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും പ്രതികരണം അവസ്ഥകളും അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഇതാണ്: മനുഷ്യൻ ഒരു അവബോധ നിലയിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്. വ്യത്യസ്ത അവബോധ നിലകളിൽ അവൻ നിൽക്കുന്നു. അതിന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ അവബോധ തലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ മാറിക്കൊണ്ടിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവന്റെ ഈ പ്രതികരണങ്ങള്, ചിന്തകള് എല്ലാം ഇങ്ങനെ മാറി 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 മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു അവയർനെസ്സിൽ നിന്നല്ല, പല അവയർനെസ്സിൽ നിന്നാണ്, പല അവബോധങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് ചിന്തകളും പ്രതികരണങ്ങളും അവസ്ഥകളും മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ അവബോധ നിലകൾ എന്തെല്ലാമാണ്? അത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവബോധ നിലകളുണ്ട്. നമ്മുടെ അകത്തുള്ള അവബോധങ്ങളുണ്ട്. മനുഷ്യന് ഒരു 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 എന്താ പറയാ, ഒരു ജീവി എന്ന രീതിയിൽ എടുക്കുമ്പോൾ അവന്റെ ആന്തരികമായിട്ടുള്ള അവബോധങ്ങൾ എന്താണ്? ഈ ആന്തരികം ബാഹ്യം എന്ന് പറയണമെങ്കിൽ ആദ്യം അതിന് ഈ ആന്തരികവും ബാഹ്യവും അല്ലാതെ ഒരു നടുനില വേണമല്ലോ. ആ നടുനിലയെ, അല്ലെങ്കിൽ നമ്മൾ ഞാനെന്നറിയുന്ന, ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇതിലെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, എപ്പോഴും പ്രകടമായിരിക്കുന്ന ഒരു അവബോധതലം. ഇതിനെയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഇത് രണ്ടും ജാഗ്രതാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇവിടെയാണ് യുക്തിപരമായ ചിന്ത നടക്കുക. ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ അവിടെ നിന്ന് തലയാട്ടുന്നുണ്ടല്ലോ. അപ്പൊ ബോധപൂർണമായിട്ടുള്ള പ്രതികരണം നടക്കുന്നത്, ആ ബോധപൂർണ പ്രതികരണത്തിന്റെ തലയാട്ടലിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ യൗക്തികമായിട്ടുള്ള അവബോധമാണ് യുക്തി ചേർന്നുകൊണ്ടുള്ള പ്രകടമായിട്ടുള്ള, പ്രകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യുക്തി നിറഞ്ഞു നിൽക്കുന്ന, ചിന്തകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ജാഗ്രതയിലായിരിക്കുന്ന ഒരവസ്ഥ, ശ്രദ്ധാലുവായിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇതാണ് പ്രകടമായ ഒരു സത്തയെ ഞാനെന്നറിയുന്ന. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാനെന്നുള്ള അറിവിൽ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുമ്പോൾ ഞാനെന്ന അറിവിൽ നിന്നുകൊണ്ട് ഇത് ഞാൻ, നീ എന്ന രീതിയിൽ ഞാൻ പറയും, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, നീ പറയൂ എന്ന രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ജാഗ്രതാണ്. ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങൾ
എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യുക്തിവിചാരം ചെയ്തുകൊണ്ട് ഞാനത് അവതരിപ്പിക്കുന്നത് ജാഗ്രതയാണ്, ശരിയാ. പക്ഷെ എന്റെ ഓർമ്മയിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓർമ്മ എന്ന് വെച്ചാൽ എന്താണ്? മുൻ അനുഭവങ്ങളുടെ പാടുകളാണ്. മുൻ അനുഭവങ്ങൾ ഉണ്ടായപ്പോ അനുഭവം, ഒരു സംഭവം ഉണ്ടായി, അതിനെ തുടർന്ന് എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റമാണ് അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവമാണ് ഓർമ്മ, സ്മൃതി എന്ന് പറയുന്ന ഒരവസ്ഥ. ആ സ്മൃതിയുടെ ഒരവസ്ഥ നിൽക്കുന്നതാണ് ഈ അനുഭവം. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ അതിനെ ആധാരമാക്കിയാണ്, എന്റെ ഓർമ്മകളെ ആധാരമാക്കിയിട്ടാണ്. അപ്പോ ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, എന്റെ മറ്റു ഒട്ടേറെ കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ വാചക രൂപത്തിൽ ഇത് പറയുന്നത്. അപ്പോ അത് മനസ്സിന്റെ പ്രതിഫലനമാണ്. മനസ്സ് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചോ. ഇപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞല്ലോ, സംഭവം ഉണ്ടായതിനെ തുടർന്നുണ്ടായത് അനുഭവം. ഈ സംഭവം എന്നുള്ളത് എന്റെ ചിന്തയാവാമല്ലോ, എന്റെ മനസ്സിലുള്ള വ്യാപാരങ്ങളാവല്ലോ. ഇതിനെ തുടർന്ന് ഉണ്ടാവുന്ന, എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ്, മനസ്സിന്റെ പ്രതിഫലനമാണ് ഈ ഓർമ്മയിൽ ഉണ്ടാവുക. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷിക്കുക, ചിന്തയിലുണ്ടായ കാര്യങ്ങളെക്കാളും കൂടുതൽ നമ്മളവിടെ ചിന്തിച്ചു കൂട്ടുക, അല്ലെങ്കിൽ നമ്മളവിടെ സ്വപ്നങ്ങളായിട്ട് കരുതുക വികാരാത്മകമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സംഭവങ്ങൾക്കും, നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഓരോ സംഭവഗതികളോടും ഉള്ള ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ, പാമ്പ് കണ്ടു, ഞാൻ ഓടണം അല്ലെങ്കിൽ അതിനോട് പൊരുതണം എന്ന് പറയുന്ന രീതിയിൽ അതിന് സജ്ജമാക്കുന്ന ശാരീരികാവസ്ഥ. അപ്പൊ ഓടാൻ പാകത്തിൽ മസിലുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഓടേണ്ടി വരും, അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ പാകത്തിൽ ഇവയെല്ലാം ഉദ്ദീപിക്കേണ്ടി വരും. ഈ രീതിയിൽ ശരീരത്തെ ഉണർത്തുന്ന എൻഡോക്രൈൻ സിസ്റ്റം, ശരീരത്തെ ആക്കി മാറ്റുന്ന ആ ഒരു കാലാവസ്ഥ, ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ഈ വികാരങ്ങൾ ഉണ്ടായതിന്റെ ചിത്രം ഓർമ്മയായിട്ടുണ്ടാവും, നമ്മൾ ചിന്തിച്ചതിന്റെ ചിത്രം ഓർമ്മയായിട്ടുണ്ടാവും, അനുഭവിച്ചതിന്റെ ചിത്രം ഉണ്ടാവും. അങ്ങനെ ഓർമ്മയെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവബോധമാണ്, ഓർമ്മയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബോധം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നീ എന്നാൽ അങ്ങനെ അല്ലല്ലോ അന്ന് പറഞ്ഞത് എന്ന് അവരുടനെ പറയും. നീ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ എന്ന് പറയും. ഈ പറയുന്നത് മെമ്മറി ബേസ്ഡ് ആണ്. ആ ബോധത്തിൽ നിന്നാണ് അവർ പറയുന്നത്, പക്ഷെ മെമ്മറി ബേസ്ഡ് ആണ്. മറ്റത് ജാഗ്രത എന്ന് പറയുന്ന ചിന്തയെ ആധാരമാക്കിയിട്ടാണ്. അപ്പൊ ഇനി ഈ ഓർമ്മയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഓർമ്മ ബേസ് കൊണ്ട് ചെയ്യുന്നു. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓർമ്മയുടെ ഒരു പിന്നാമ്പുറം ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഓർമ്മയെ ബേസ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഓർമ്മ ഉള്ളിലുള്ളതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കുന്നു. ഈ ഓർമ്മയോ ചിന്തയോ ഇല്ലാതെ തന്നെ ഉള്ളിൽ നിന്നും ചില കാര്യങ്ങൾ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ, ആ അവസ്ഥയെ നമ്മൾ സുഷുപ്തി എന്നാണ് പറയുക. അതായത് ജാഗ്രത അവിടെ ഇല്ല, ജാഗ്രത ഓർമ്മയായിട്ട് പോലുമില്ല, അവിടെ സുഷുപ്തിയിലാണ്, ഉറക്കത്തിലാണ്. ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ശരീരം എങ്ങനെ പ്രവർത്തിക്കുക? ഉറങ്ങുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് നിൽക്കാറില്ല, ഉറങ്ങുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസം നിൽക്കാറില്ല. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ദഹന പ്രക്രിയ പതുക്കെ നടക്കും, വലിയ ദഹന പ്രക്രിയ എല്ലാം നടക്കുക, ലൈറ്റായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവിടെ ഞാൻ വലത്തോട്ട് തിരിയണം, ഇടത്തോട്ട് തിരിയണം എന്നൊന്നും വിചാരിച്ചാലൊന്നും നടക്കില്ല, ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. അതിങ്ങനെ, പക്ഷെ എന്നാലും എല്ലാ പ്രവർത്തനം നടക്കും. അപ്പോ അബോധപൂർവമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ശരീരത്തിൽ ഉണ്ടാവുക. അവിടെ അനൈച്ഛികമായിട്ടാണ് പ്രവർത്തിക്കുക. നമ്മുടെ ഇൻവോളണ്ടറി ആണ്. ഞാൻ പറയുന്നു, അത് എന്റെ കയ്യെ ഇങ്ങനെ കിടക്കട്ടെ, കാൽ അങ്ങനെ കിടക്കട്ടെ, ഞാൻ തല ഇങ്ങനെ നിൽക്കട്ടെ, ഞാൻ ഇന്ന രൂപത്തിലായിരിക്കട്ടെ എന്നൊന്നും നമ്മുടെ ചിന്തകൾക്കൊന്നും അവിടെ സ്വാധീനമില്ല. അത് അബോധപൂർവമാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് ശരീരത്തിന് നല്ല വിശ്രമം കിട്ടുകയും ചെയ്യും, ആഴത്തിലുള്ള വിശ്രമം കിട്ടും. അവിടെ ഒരു നിയന്ത്രണവുമില്ല. ആ സമയത്ത് അവയവങ്ങളെല്ലാം അതിന്റെ പണികൾ കാണിക്കും. അവയവം എന്ന് വെച്ചാൽ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ അതിന്റെ പണികളെല്ലാം തന്നെ, അതിന്റെ ധർമ്മങ്ങളെല്ലാം കാണിക്കും. എങ്ങനെയാ കാണിക്കുക? അത് ശുചീകരണം നടത്തുന്ന രീതിയിൽ, റിസൈൽ ചെയ്യുന്ന രീതിയിൽ, റീസെറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കും. പക്ഷെ അത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കില്ല. ഇപ്പോ നമ്മൾ ഓടുന്ന സമയത്ത് ഹൃദയം ഭയങ്കര സ്പീഡിൽ പിടിക്കും, അത് ഹൃദയം അങ്ങനെ പ്രവർത്തിക്കില്ല. അതൊക്കെ സാധാരണ രീതിയിൽ വളരെ മിനിമത്തിൽ, ഏറ്റവും മിനിമം ഊർജ്ജം ചെലവാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട്, ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ശുചീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പോകും. അതിനെയാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയാം. ഈ സുഷുപ്തമായ അവസ്ഥയിലും താഴെ നമ്മൾ പോകുന്ന സമയത്ത് ബോധം പ്രകൃതിയുടെ സഹജമായിട്ടുള്ള അതീതമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോകുന്നു. ശ്രുതി എന്നുള്ള വാക്കിനർത്ഥം നാലാമത്തേത് എന്നാണ്.
അപ്പോ നമ്മുടെ സഹജഭാവമുണ്ടല്ലോ, ഇപ്പൊ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോ ഞാന് ഭയന്നതിന് ശേഷം കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഭയപ്പാടിന്റെ സ്വാധീനം എന്റെ ഉറക്കത്തിലുണ്ടാവും, അടിക്കടി വന്ന് ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ ഞാൻ ക്ഷീണം കൊണ്ടുറങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചുണ്ടാവും അല്ലെ. അപ്പോഴെല്ലാം സുഷുപ്തിയിലെ മാറ്റങ്ങൾ, ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തു വന്നാലും ജൈവ സ്വഭാവത്തിന് മാറ്റമില്ല, നമ്മുടെ സഹജഭാവത്തിന് മാറ്റമില്ല. ഈ സഹജഭാവത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ നിദ്രയുടെ ഓരോ ഘട്ടത്തില് സഹജഭാവത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും പോകും. ആ സമയത്ത് നമ്മൾ പ്രകൃതിയുമായിട്ട് ഏകീകരണം ഉണ്ടാവും. പ്രകൃതിയുമായിട്ട് ഏകീകരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ത്രാസ് വാങ്ങിച്ചാലേ, വീട്ടിലല്ല കടയിലെ ത്രാസ്, ഈ വെയിങ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ അത് ഈ എന്താണ് ഈ അളവുകൾ തൂക്കങ്ങളുടെ ഇൻസ്പെക്ടർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനത്തെ സീൽ ചെയ്യണം, കാലിബ്രേറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മളെ സുഷുപ്തിയുടെ സമയത്ത്, ഉറക്കത്തിന്റെ സമയത്ത് ഒരു ഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് പ്രകൃതിയോട് ഏകീകരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തെ കാലിബ്രേറ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ ഒറിജിനൽ ഫോമിലേക്ക് കൊണ്ടുപോകും. ആ ഒറിജിനൽ ഫോമിലേക്ക് പോണ സമയത്ത് നീ ഇന്നതാണ് ചെയ്യേണ്ടത്, നിനക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്ന വിനിമയം പ്രകൃതി, അകത്തുള്ള ജീവൻ കൃത്യമായിട്ട് ജീവിക്ക് പകർന്നു കഴിക്കും. ഇത് ഉറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണർന്നിരിക്കുന്ന സമയത്തും ഈ സഹജബോധം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. നമ്മൾ അതിനെ പലപ്പോഴും മനസ്സിലാക്കുക നമ്മളോട് സംവദിക്കാൻ മനസാക്ഷി എന്ന രൂപത്തിലായിരിക്കും. ആ ഒറിജിനൽ ഫോമിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിനിമയം നടക്കും. അതിനാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ, വെളിപാട് എന്നൊക്കെ പറയുക. പക്ഷെ ഇതൊക്കെ ഉണർന്നിരിക്കുന്ന സമയത്ത് വരുന്നത് യാദൃശ്ചികമായിട്ട് നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഒരു മെക്കാനിസമാണ്. പക്ഷെ സാധാരണ രീതിയിൽ സംഭവിക്കുക ആഴത്തിലുള്ള ഉറക്കത്തിന് ശേഷം അല്ലെങ്കിൽ ആഴത്തിലുള്ള ധ്യാനം സംഭവിക്കുന്ന സമയത്തും ഈ തുര്യത്തിൽ നമ്മൾ സ്പർശിക്കും. ഇനി തുര്യം കടന്നൊരു തലമുണ്ട്, അത് ഏതായാലും തൽക്കാലം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. തുര്യാതീതം എന്നൊരു തലമുണ്ട്. അവിടേക്ക് പോകുന്നത് ധ്യാനത്തിന്റെ ആഴത്തിലുള്ള ഒരു തലത്തിലാണ്. അത് വെറുതെ കയറി അങ്ങ് പോകില്ല. ഈ നമ്മള് ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിലേക്ക്, സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക്, സുഷുപ്തിയിൽ നിന്ന് തുര്യത്തിലേക്ക് പോകുമ്പോൾ ജാഗ്രതയെയും കൊണ്ടുവന്നാൽ ജാഗ്രത്തിൽ ജാഗ്രത ആയിരിക്കുക, സ്വപ്നത്തിൽ ജാഗ്രത ആയിരിക്കുക, സുഷുപ്തിയിൽ ജാഗ്രത ആയിരിക്കുക, തുര്യത്തിൽ ജാഗ്രത ആയിരിക്കുക എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് തുര്യാതീതാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. അപ്പൊ ആ ജാഗ്രതയുടെ ഒരു സപ്പോർട്ടിലാണ് ഇത് അങ്ങോട്ടേക്ക് കടക്കുക. ആ അവസ്ഥയിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആത്മജ്ഞാനത്തിന്റെ ഹയർ സ്റ്റേജസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ശരീരത്തിനകത്തുള്ള അവബോധ തലങ്ങളാണ് ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന് പുറത്തോ? അകത്ത് ഇതാണെന്ന് പറയുമ്പോൾ പുറത്തുണ്ടാവണമല്ലോ. അപ്പോ പുറത്തുള്ളതാണ് ഈ ബാഹ്യ അവബോധം എന്ന് പറയുന്നത്. അതിന് ബാഹ്യ അവബോധത്തിന് നമ്മൾ ജാഗ്രതത്തിന് വെളിയിൽ എന്താണ് ഉണ്ടാവുക? ജാഗ്രത എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ചിന്തിക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളോട് പറയാനൊരുങ്ങുന്നു, വാചകങ്ങൾ ഫോം ചെയ്യുന്നു. ഇതെല്ലാം ആണെങ്കിൽ നിങ്ങളോട് പറയുന്നു, പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്റെ സജീവമായിട്ടുള്ള ഒരു അവബോധമാണ് ബാഹ്യ അവബോധം. സജീവ അവബോധം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അവയർനെസ് എന്നുള്ളത്. സജീവമായി നിൽക്കുന്നത്, നിങ്ങളോട് പെരുമാറുന്നത്, എന്റെ ചുറ്റുപാടിനോട് ഞാൻ പ്രവർത്തിക്കുന്നത്, അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്രകടനത്തിന് ഒരു പ്രത്യേക ശൈലി, ഫാഷൻ ടൈപ്പ് അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് പോകുന്നു. ഇതല്ല ബാഹ്യ അവബോധത്തിന്റെ ഭാഗമാണ്. അതിന് ആ ബാഹ്യ അവബോധത്തിന് ഏറ്റവും പ്രകടമായിട്ടുള്ളതാണ് പ്രകടബോധം അല്ലെങ്കിൽ സജീവ അവബോധം, ആക്റ്റീവ് അവയർനെസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ആക്റ്റീവ് അവയർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പെരുമാറുന്നു, നിങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എന്നോട് പെരുമാറും. ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങളുടെ മനസ്സിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങളെ കരുണയോടുകൂടി നിങ്ങളോട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെ എന്നോട് റെസ്പോണ്ട് ചെയ്യും. ഒരു പട്ടിയോട് ഈ പട്ടി എന്നെ കടിക്കാനും കൊല്ലാനും വരുന്നതാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിന്താ പദ്ധതിയും വെച്ചുകൊണ്ട് പട്ടിയെ നോക്കുകയോ പട്ടിയുടെ അടുത്തൂടെ പോവുകയോ ചെയ്ത് പട്ടി ഉടനെ തന്നെ ഓടി വന്ന് കടിക്കും. അത് നമ്മുടെ ഉള്ളിലാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ സജീവ അവബോധം എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതികരണ അവബോധം അഥവാ റെസ്പോൺസീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയും പ്രതികരണ അവബോധം. ഈ പ്രതികരണ അവബോധം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി ബന്ധത്തിൽ നിന്നുണ്ടാവുന്നു. നമ്മുടെ സാഹചര്യങ്ങളോടുള്ള പ്രതികരണം, നമ്മൾ എങ്ങനെ അതിനോട് നിൽക്കുന്നു, സാഹചര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കുന്നതാണ് ഈ പ്രതികരണ അവബോധം എന്ന് പറയുന്നത്. അത് നമ്മുടെ റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് ആണ്.
റെസ്പോൺസീവ് അവയർനെസ് ആണ്. റെസ്പോൺസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസും പ്രകൃതിയുടെ റെസ്പോൺസും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മുടെ റെസ്പോൺസ് മാത്രമല്ല, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് നമുക്ക് ഏത് തരം ബന്ധങ്ങളാണ് ഉള്ളത് അതിന്റെ ഗുണമാണ്, അതിന്റെ ബെനിഫിറ്റ് ആണ് ഈ സംഭവം. നമ്മുടെ സാമൂഹിക ഇടപെടലിന്റെ ഔട്ട്പുട്ടാണ് ഈ സംഭവം. അത് നമുക്ക് ഇപ്പോ ധനമില്ല, ഇത് പ്രതികരണ അവബോധം. നമുക്ക് ചീത്തപ്പേരുണ്ടായി, പ്രതികരണ അവബോധമാണ്. നമ്മള് വഴി കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി, പ്രതികരണ അവബോധമാണ്. അത് നമ്മൾ അനുഭവിക്കുന്നു, ഈ സംഭവം നല്ല രീതിയിൽ അനുഭവിക്കുന്നു. ഇത് പ്രതികരണ അവബോധം, റെസ്പോൺസീവ് അവയർനെസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, വിര്യാതീതമായിട്ടിരിക്കട്ടെ, അകത്തേക്ക് 4 പുറത്ത് സജീവ അവബോധം, പ്രതികരണ അവബോധം പുറത്ത്. അപ്പൊ ഇങ്ങനെ 6 തരം അവബോധങ്ങളെയാണ് നമ്മൾ പ്രകടമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്ത് അവബോധ തലങ്ങൾ ഉണ്ടാകാം. ഈ പ്രതികരണ അവബോധം എന്ന് പറയുന്നതും തുരീയ അവബോധം എന്ന് പറയുന്നതും സമീകരിക്കുന്ന, അവയ്ക്കിടയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമ്മൾ തുര്യാതീതം എന്ന് പറയുക. ഇതൊക്കെ നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇരിക്കട്ടെ. പക്ഷെ എന്തിനാണ് ഈ അവബോധ തലങ്ങളെ മനസ്സിലാക്കുന്നത്? നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ ചിന്ത എങ്ങനെയാ, എന്റെ പ്രവർത്തനം എങ്ങനെയാണ്. ചിന്തയ്ക്കനുസരിച്ചല്ല എന്റെ ഓർമ്മ ഉണ്ടാവും, ഓർമ്മയ്ക്കനുസരിച്ച് ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. എന്റെ വിശ്വാസ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഞാൻ പെരുമാറുക. ആ പെരുമാറ്റം എന്നുള്ളത് വേറൊന്നാണ്, ഞാൻ പെരുമാറുന്ന വേറൊരു തരത്തിലാണ്. അതേസമയം എന്റെ ശീലങ്ങൾ എന്നുള്ളത് മറ്റൊരു തരത്തിലാണ്, എന്റെ അനുഭവങ്ങൾ വേറൊരു തരത്തിലാണ്. അപ്പോ ഈ ഓരോന്നും ചിന്തിക്കുന്നതും ഓർക്കുന്നതും ഞാൻ ശാഠ്യം പിടിക്കുന്നതും വൈകാരികമായിട്ട് നിൽക്കുന്നതും ശീലിച്ചതും ശീലം മാറ്റാൻ ശ്രമിക്കുന്നതും പ്രതികരിക്കുന്നതും പിന്നെ പ്രതികരണങ്ങളെ സ്വീകരിക്കുന്നതും, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ അവബോധത്തിന് വ്യത്യസ്ത പ്രവർത്തനങ്ങളുണ്ട്. ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ, ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെ ഒരു ചിത്രരൂപത്തിൽ ഇത് കണ്ടു മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ കഴിയുന്നത്. ഈ ആത്മയാനം എന്ന് പറയുന്ന യാത്രയിൽ ആ ബോധതലങ്ങളിലൂടെ കടക്കുമ്പോൾ, ആത്മതലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വരേണ്ടത് ഇതാണ്, ആ സ്വയം തിരിച്ചറിവിന്റെ തലമാണ്. അത് ഏതെല്ലാം തലങ്ങളുണ്ട് എന്നുള്ള അറിവാണ്. അവിടെയാണ് നമുക്ക് ചിന്തയുടെ പാറ്റേണുകൾ മനസ്സിലാക്കാൻ കഴിയുക. ഏതെല്ലാം തരത്തിൽ നമ്മുടെ ചിന്തകൾ പോകുന്നു എന്നുള്ള പാറ്റേണുകൾ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രതികരണങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും. നമ്മളിപ്പോ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിന് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ചിലർ പറയുമ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. ഇപ്പോ നമ്മൾ പരിചയമില്ലാത്ത ഈ യൗവനത്തിന്റെ കാലത്ത് നമ്മൾ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ട് നമ്മളോട് അനുഭാവപൂർവ്വം ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എടുത്ത് സ്വീകരിക്കും. അതിന്റെ 10% മാത്രമായിരിക്കും നമ്മുടെ അച്ഛനോ അമ്മയോ പറയുക, ഉടനെ തന്നെ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? ഇത് മനസ്സിലാവണമെങ്കിൽ ഈ പാറ്റേണുകൾ മനസ്സിലാക്കണം, പ്രതികരണങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയണം. ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് മനസ്സിലാകുമ്പോഴാണ് ആന്തരിക വ്യക്തത ഉണ്ടാവുക, നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാവുക. ശരിയായ പരിവർത്തനം, നമ്മളിപ്പോ പാറ്റേൺ ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ആത്മജ്ഞാനത്തെ കുറിച്ച്, ആത്മത്തിന്റെ ഒരു യാത്രയെ കുറിച്ച് പറയുന്നു. ഈ ഒരു പരിവർത്തനമുണ്ടല്ലോ, ആ ഒരു യാത്രയുണ്ട്. ആ പരിവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ പോരാ, അതിനെ ഓരോന്നിനെയും എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റണം അല്ലെ. ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റാൻ അറിയണം, ക്ലച്ച് ചവിട്ടാൻ അറിയണം, ആക്സിലേറ്റർ ഉപയോഗിക്കാൻ അറിയണം. ഇതൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഇതാണെന്ന് നമ്മൾ പറയുന്നല്ലാതെ അത് ഉപയോഗിക്കാൻ പഠിക്കില്ല. പക്ഷെ ഉപയോഗിച്ച് ക്ഷമത നേടണം. അപ്പോഴാണ് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ അവബോധ തലത്തിലെ ഓരോന്നും ഓരോ സ്ഥലത്തിരിക്കുന്നു, ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് അറിഞ്ഞാൽ പോരാ, അത് കൈകാര്യം ചെയ്യാൻ പറ്റണം. കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ അവബോധ തലങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങളെയും പ്രതികരണങ്ങളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യജീവിതം പല അവബോധ നിലകളിലും പ്രവർത്തിക്കുന്നു. ഒരു അവബോധമല്ല, പല അവബോധങ്ങളുണ്ട്. ഈ പാളികൾ ഓരോന്നിനെയും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വയം മനസ്സിലാക്കാനും ശരിയായ ഒരു ബോധ പരിവർത്തനത്തിൽ കിടക്കാനും കഴിയുക. ഇതിനെ മനസ്സിലാക്കാതെ എന്ത് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് പിടികിട്ടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ലെവൽസ് ഓഫ് അവയർനെസ് ഷോ ദ മെനി ലെയേഴ്സ് ത്രൂ വിച്ച് ഹ്യൂമൻ ലിവ്. മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല വിധാനങ്ങളെ
മനസ്സിലാക്കാൻ ഈ മനുഷ്യന്റെ അവബോധ തലങ്ങളാണ് സഹായിക്കുക. അതുകൊണ്ടാണ് അവബോധ തലങ്ങളെ അറിയേണ്ടത്. അപ്പോ നിരീക്ഷിക്കുക, നിങ്ങളുടെ അവബോധ തലങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. അത് ഓരോന്നിനും സാക്ഷിയാവുക, അതിനെ പതുക്കെ പതുക്കെ കൈകാര്യം ചെയ്ത് പഠിക്കുക. ആ അറിവുമായിട്ട് നമുക്ക് തുടർന്നുള്ള പാഠങ്ങളിലേക്ക് നാളെ പോകാം. വീണ്ടും നാളേക്ക് കാണുമ്പോഴേക്കും നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.